12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ വസന്തം. ഒപ്പം ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും. മലനിരകളിൽ നീലവസന്തം തീർത്ത മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും പ്രതീക്ഷിച്ച് ടൂറിസം മേഖല. കുറിഞ്ഞിപ്പൂക്കളുടെ കാഴ്ചയും ഓണക്കാലത്തിന്റെ ആഘോഷവും ഒരുമിക്കുമ്പോൾ മൂന്നാറിന് ഇത് പ്രതീക്ഷകളുടെ സീസൺ. നീലനിറത്തിൽ അണിഞ്ഞൊരുങ്ങുകയാണ് മൂന്നാറിന്റെ മലനിരകൾ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പൂത്തുനിൽക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ ഇതിനോടകം തന്നെ സഞ്ചാരികൾ എത്തിത്തുടങ്ങി. ഇനി വരുന്നത് ഓണക്കാലം കൂടി. അവധി ദിവസങ്ങളും ഓണാഘോഷങ്ങളുമൊപ്പം കുറിഞ്ഞിയുടെ അപൂർവ കാഴ്ചയും ഇതോടെ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിലുള്ളവർ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ മോശമായിരുന്നു ബിസിനസ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈവേ നിർമ്മാണം അതനുസരിച്ച് മണ്ണിടിച്ചിലും അതുകൊണ്ട് വന്ന ട്രാവൽ ബാനൊക്കെ കാരണം. പക്ഷെ ഇപ്പൊ മഴ മാറി, നല്ല ക്ലൈമറ്റ് ആണ്. മൂന്നാർ ടൗണിനടുത്ത് തന്നെ ഇപ്പം നമ്മളുടെ വളരെ അടുത്തുള്ള പ്രദേശങ്ങളിൽ പോലും കുറിഞ്ഞു പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണം സീസൺ വരുന്നു. രണ്ടുമായിട്ടും നമുക്ക് വളരെ പ്രതീക്ഷയാണുള്ളത്. ബുക്കിംഗ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഓണം സീസൺ, അതായത് ഓഗസ്റ്റ് മാസം അവസാനവും സെപ്റ്റംബറും 3 മാസത്തോളം നീലക്കുറിഞ്ഞി കാണും. അപ്പോ ഈ ഒരു സമയം നന്നായി പോവും. മൺസൂൺ ടൂറിസത്തിൽ ഉണ്ടായ തിരിച്ചടി ഇതില് മുന്നേറാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മലനിരകളിൽ നീലപ്പട്ട് വിരിച്ച കുറിഞ്ഞിപ്പൂക്കളും മഞ്ഞുമൂടിയ പുലരികളും തണുത്ത കാറ്റും ഓണക്കാലത്ത് മൂന്നാറിലെത്തുന്നവർക്ക് കാത്തുവെക്കുന്നത് പ്രകൃതിയുടെ വേറിട്ടൊരനുഭവം. ടൗൺ, ഇക്കാനഗർ, നല്ലതണ്ണി റോഡ്, ചൊക്കർമുടി ഉൾപ്പെടെയുള്ള താഴ്വരകളിലാണ് നിലവിൽ നീലക്കുറിഞ്ഞി പൂത്തു തുടങ്ങിയിരിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീലക്കുറിഞ്ഞി പൂക്കുകയും മൂന്നാറിന്റെ മലനിരകൾ കൂടുതൽ നീലക്കാഴ്ചയൊരുക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കുറിഞ്ഞി പൂക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് കൂടുമ്പോൾ ഹോട്ടലുകൾക്കും ഹോം സ്റ്റേകൾക്കും വ്യാപാര മേഖലയ്ക്കും ഇത് പ്രതീക്ഷയുടെ കാലമാണ്. ഓണത്തിന്റെ ആഘോഷത്തോടൊപ്പം കുറിഞ്ഞി വസന്തം ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം രംഗത്തുള്ളവർ. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.